بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് ഡോക്ടർ ഉസാമ ഖയ്യാത്ത് മക്കയിൽ സംസാരിച്ചതും ഖുതുബോദിയതും ഡോക്ടർ അബ്ദുൽ ബാരിത്ത് ബൈത്തി മദീനയിൽ ഖുതുബോദിയതും തുല്യതയുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഭംഗിയുള്ളതായിട്ടാണ് സൃഷ്ടിച്ചത്. അതിൽ ആകാശത്തെ അള്ളാഹു ഭംഗിയുള്ളതാക്കിയെന്നും അതിൻ്റെ രൂപത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സുയ്യിന ലിന്നാസി വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജൻ വസയ്യൻനാഹാ ലിന്നാദിരീൻ എന്ന് ആകാശത്തെ അള്ളാഹു ഭംഗിയാക്കിയ രൂപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആനിൽ പറഞ്ഞതായി കാണാം. ആകാശത്തിൽ അതിലുള്ളതായ ബുറൂജുകളെ, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ എല്ലാം നമുക്ക് നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ളതായിട്ട് നമുക്ക് കാണാം. നോക്കുന്നവർക്ക് ഭംഗിയുള്ളതായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്നാണ്. സൂറത്ത് അൽ മുൽക്കിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുക, അതിൽ വല്ല വീഴ്ച നിങ്ങൾ കാണാൻ സാധിക്കുമോ? ഒന്നല്ല രണ്ടല്ല, എത്ര തവണ നിങ്ങൾ മടക്കി മടക്കി നോക്കിയാലും നിങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണ് പരാജയപ്പെട്ടുകൊണ്ട് മടങ്ങലല്ലാതെ ഒരു വീഴ്ച കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതല്ല എന്ന രൂപത്തിൽ ഖുർആൻ സംസാരിച്ചതായിട്ട് കാണാം. അങ്ങനെ അള്ളാഹു സംസാരിച്ച സംസാരത്തെക്കുറിച്ച് അന്നുള്ള കാലഘട്ടക്കാർ മനസ്സിലാക്കിയതിനേക്കാളും കൂടുതൽ ഇന്നത്തെ ആധുനിക യുഗത്തിൽ പല പല കണ്ടുപിടുത്തങ്ങൾക്ക് ശേഷം, ഭൂതക്കണ്ണാടിയും അതിനപ്പുറമുള്ളതുമെല്ലാം കണ്ടുപിടിച്ച ശേഷം ആകാശത്തിലുള്ളതായ അത്ഭുതങ്ങളെ തന്നെ വിവരിക്കുന്നതായിട്ട് ശാസ്ത്രജ്ഞന്മാരിലൂടെ നാം കേൾക്കാനും കാണാനും സാധിച്ചു. അപ്പോൾ കാലം വിട്ട് കടക്കുമ്പോഴെല്ലാം ഖിയാമത്ത് നാൾ വരേക്കും ഖുർആൻ അതിലുള്ളതായ അത്ഭുതങ്ങളെ കാട്ടിക്കൊണ്ടേ ഇരിക്കും ജനങ്ങളുടെ ഇടയിൽ എന്ന് അള്ളാഹു സംസാരിച്ച ശൈലിയാണ് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതെ, വൽ അർള സയ്യന്നഹാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ ഭൂമിയെ ഭംഗിയുള്ളതാക്കി എന്ന ശൈലിയിൽ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അതിലുള്ളതായ വൃക്ഷങ്ങളിലൂടെയും അതിലുള്ളതായ തോട്ടങ്ങളിലൂടെയും അതിലുള്ളതായ നദികളിലൂടെയും അതിലുള്ളതായ പർവ്വതങ്ങളിലൂടെയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ഭംഗിയുള്ളതാക്കി സൃഷ്ടിച്ചു. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ, ജനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതായ ആ ഭൂമിയുടെ മീതെ ഉള്ളതിനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളതാക്കി സൃഷ്ടിച്ചു എന്നും, എന്തിനാണ് അതിന് അങ്ങനെ ചെയ്യാൻ കാരണം? ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, അവരിൽ നിന്നിട്ട് ആരാണ് നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ആകാശത്തെ ഭംഗിയുള്ളതാക്കട്ടെ, ഭൂമിയെ ഭംഗിയുള്ളതാക്കട്ടെ, നമ്മെ ഭംഗിയുള്ളതാക്കട്ടെ, ഇതിന്റെ പിന്നിലെല്ലാം ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മെ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി വളർത്താൻ, നമ്മെ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കി തരാം. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മളോട് പരലോകത്തിൽ നാം ഈ അള്ളാഹു ചെയ്തതായ വിശാലമായ അനുഗ്രഹത്തിന് റബ്ബിന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്നത് ചോദിക്കാനും അതിനെ പരിശോധിക്കാനും, അതാണ് ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ നിന്നിട്ട് ആരാണ് നന്നായി അമൽ ചെയ്യുന്നവരെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അമൽ പലരും ചെയ്യുന്നു, പക്ഷെ ഈ ചെയ്യുന്ന അമല് എങ്ങനെയാണ് നന്നായ അമലായി മാറുക? അതാണ് പ്രശ്നം. പലർക്കും നന്നാക്കി അമൽ ചെയ്യാൻ പറ്റാറില്ല. നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിക്കഴിഞ്ഞാൽ പിശാച്ച് നമ്മെ പിടികൂടും. എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് വരേക്കും നാം പിശാച്ചിന്റെ വലയിൽ കുടുങ്ങിക്കാണും. അവസാനമാണ് ഓർക്കുക, നന്നായി നിസ്കരിക്കാൻ പറ്റിയില്ലല്ലോ. എപ്പോഴും വിചാരിക്കും, ഒന്ന് ഈ നിസ്കാരമെങ്കിലും നന്നാക്കി നിസ്കരിക്കണം.
ഈ നിസ്കാരമെങ്കിലും ഖുശൂഅോടുകൂടി ഖുദൂഅോടുകൂടി ഭക്തിയോടുകൂടി ഭൂമിയിലുള്ള ഒന്നിനെക്കുറിച്ചും സൃഷ്ടികളെക്കുറിച്ചും ഒന്നും ചിന്തിക്കാത്ത രൂപത്തിൽ നമസ്കരിക്കാൻ സാധിക്കണം എന്ന് നാം പരിശ്രമിക്കാറുണ്ട്, ഉദ്ദേശിക്കാറുണ്ട്. പക്ഷെ അതിൽ ആരാണ് എപ്പോഴാണ് വിജയിക്കാറുള്ളത് എന്ന് നാം പരിശോധിച്ച് നോക്കിയാൽ വളരെ ചുരുക്കം പേരാണ് അഹ്സനു അമല എന്ന് അള്ളാഹു കൽപ്പിച്ചതായ നന്നായി അമൽ ചെയ്യുന്നവർ എന്ന കൽപ്പന പാലിക്കുന്നവരും ജീവിതത്തിൽ പകർത്തുന്നവരുമായിട്ട് കാണാൻ സാധിക്കുക. നാം വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ വീഴ്ച. ഇത് നമുക്ക് നെഗറ്റീവാലേ തീരൂ. ഇപ്പോൾ നാം സംസാരിച്ചു വന്നത് ഭംഗിയെക്കുറിച്ചാണ്. ആകാശത്തിനെ ഭംഗിയുള്ളതാക്കി, ഭൂമിയെ ഭംഗിയുള്ളതാക്കി മദീന ഇമാം സംസാരിച്ച സംസാരത്തിന്റെ തുടക്കമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം ആകാശത്തെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് ആണ് മദീന ഇമാം തുടങ്ങി വെച്ചത്. എന്നാൽ മക്ക ഇമാം അതേ സമയത്ത് അദ്ദേഹം മനുഷ്യന്മാരുടെ ഭംഗിയെക്കുറിച്ചാണ് ആരംഭിച്ചത്. മഹാസുൽ ഇസ്ലാമിന്റെ പൊതുവെ ഈ മതത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ള മതമാക്കിയിട്ടാണ് നമുക്ക് ഇറക്കിയത്. അത് കാരണത്താൽ തന്നെ ആ ഭംഗിയുള്ള മതത്തിൽ എന്തില്ല? അങ്ങും ഇങ്ങും പിടിച്ചു പറിക്കലില്ല, തട്ടിപ്പില്ല, വെട്ടിപ്പില്ല, അനാചാരമില്ല, അക്രമമില്ല, അനീതിയില്ല. നീതിയോടുകൂടി ജനങ്ങൾ പരസ്പരം കൊള്ളയില്ലാതെ, കൊലയില്ലാതെ, അതുപോലെ തന്നെ നഫ്സിനെ സംരക്ഷിക്കുക, സമ്പത്തിനെ സംരക്ഷിക്കുക, ബുദ്ധിയെ സംരക്ഷിക്കുക, അഭിമാനത്തെ സംരക്ഷിക്കുക എന്നീ നമ്മുടെ ജീവിതത്തെ സകലം ഭംഗിയുള്ള നല്ല രൂപത്തിലുള്ളതായ ജീവിതമാക്കി മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ചുറ്റുപാടാണ് ഈ മതത്തെ ഇറക്കിയപ്പോൾ ഉണ്ടാക്കി വെച്ചത്. അതുപോലെ തന്നെ ഷിട്ടികളെ മദീന ഇമാമിന്റെ പ്രസംഗത്തിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഷിട്ടികളെ, ഇവിടെയുള്ള കായിനാത്തുകളെ മുഴുവൻ സകലം ഭംഗിയുള്ളവരാക്കി സൃഷ്ടിച്ച്, പക്ഷെ അക്കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ളതാക്കിയിട്ടാണ് ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനുള്ള ഭംഗി പോലത്തതായ ഭംഗി അള്ളാഹു മറ്റേത് സൃഷ്ടിക്കും നൽകിയിട്ടേ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് തന്നെ ഖുർആനിൽ പറഞ്ഞ ശൈലി നാം പലപ്പോഴും പറയാറുണ്ട്. വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് എന്ത്? നാം തീർച്ചയായിട്ടും മനുഷ്യരാശിയെ സൃഷ്ടിച്ചത് ഫീ അഹ്സനി തഖ്വീം, നല്ല മെച്ചപ്പെട്ട കോലത്തിലാണ്, മെച്ചപ്പെട്ട രൂപത്തിലാണ്, ഭംഗിയുള്ള കോലത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഇത്രയും ഭംഗിയുള്ളതായ സൃഷ്ടിയെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ന്നവരിൽ താഴ്ന്നവരായി താഴ്ത്തുന്നതാണ്, അവര് നിൽക്കേണ്ടത് നിന്നിട്ടില്ലെങ്കിൽ എന്ന രൂപത്തിൽ അല്ലാഹു സംസാരിച്ചു. അതിനുശേഷം അതാണ് അല്ലാഹു പറഞ്ഞത്, ഇല്ലല്ലദീന ആമനു വഅമലു സ്സാലിഹാത്തി, അവരിൽ നിന്നിട്ട് സത്യവിശ്വാസികളാവുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തതായ വിഭാഗം ഒഴിച്ച് അവരെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് പൊക്കുകയും ചെയ്യും. അതൊക്കെ നാം ഇവൻ തന്നെ മസ്ജിദ് അബീ ദറിൽ വെച്ചിട്ട് പല തവണയായിട്ട് ഈ സൂറത്തിന്റെ വിശദാംശങ്ങൾ നൽകിയും ക്ലാസ് എടുത്ത സന്ദർഭത്തിൽ ഞാൻ വിശദീകരിച്ചതായിട്ട് ഓർക്കുന്നു. ഇവിടെ മക്ക ഇമാം ഓതിയതായ ആയത്ത് എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിച്ചു, അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറയുകയാണ് നിന്നെ സൃഷ്ടിക്കുകയും ഇങ്ങനെ വളരെ നന്നായി മെച്ചപ്പെട്ട രൂപത്തിൽ സൃഷ്ടിക്കുകയും എന്നിട്ട് ആ സൃഷ്ടിപ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ജീവിക്കേണ്ട രൂപത്തിലാക്കി മാറ്റുകയും ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ അതിൽ പ്രയാസമില്ലാതെ ജീവിക്കാനുള്ളതായ ചുറ്റുപാടും, ആ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഒതു പിടിക്കാനുള്ളതായ കൈ, വെള്ളം കുടിക്കാനുള്ളതായ ചുറ്റുപാട്, വെള്ളത്തിൽ ഉപയോഗിക്കാനുള്ളതായ ചുറ്റുപാട്, അന്തരീക്ഷത്തിൽ ഇവിടെ അല്ലാഹു സൃഷ്ടിച്ചതായ ഓക്സിജൻ അതിലൂടെ ഉപയോഗപ്പെടുത്താനുള്ളതായ ചുറ്റുപാട്, അതിന്റെ ഉപയോഗത്തെ കുറിച്ച് ഇപ്പോഴാണ് ഈ കോവിഡ് പിടിച്ചപ്പോഴാണ് ലോകത്തിന് മനസ്സിലായത് എത്രമാത്രം പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ഓക്സിജൻ എന്നത്. ഓക്സിജൻ എന്നത് ഇല്ലാതിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നത് ഇപ്പോൾ ലോകം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കോവിഡ് കാരണത്താൽ അത് ഒരാളുടെ ശ്വാസകോശത്തെ പിടികൂടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് കൃത്രിമമായിട്ട് അദ്ദേഹത്തിന് ശ്വാസം കഴിക്കാനുള്ളതായ ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കലല്ലാതെ അവന് ജീവിക്കാൻ പറ്റുകയില്ല എന്നതും നാം ജീവിക്കുന്ന സന്ദർഭത്തിൽ 60 കൊല്ലം 70 കൊല്ലം 80 കൊല്ലം ജീവിക്കുമ്പോൾ ഈ ജീവിക്കുന്ന വർഷത്തിലെല്ലാം നമ്മുടെ കൂടെ ശ്വാസം ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു നാം. അതങ്ങും ഇങ്ങും വിടുകയും വലിക്കുകയും വിടുകയും വലിക്കുകയും നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കി തന്നിട്ടും അങ്ങനെയുള്ളതായ റബ്ബിനെ ഓർക്കാൻ നമ്മിൽ നിന്നിട്ട് പലർക്കും സാധിക്കാറില്ല. ആ റബ്ബിനെ നന്ദി പ്രകടിപ്പിക്കാൻ നമ്മിൽ നിന്നിട്ട് പലർക്കും സാധിക്കാറില്ല. ആ റബ്ബിനെ കൊണ്ട്
വിശ്വസിക്കുവാൻ നമ്മിൽ നിന്നിട്ട് പലർക്ക് ഭാഗ്യം കിട്ടാറില്ല. ആ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുവാനും അവൻ സൃഷ്ടിച്ച ആവശ്യത്തിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി അവൻ ആരാധനകളുടെ എല്ലാ ഇനങ്ങളും സമർപ്പിച്ചുകൊണ്ട് അവനെ പ്രീതിപ്പെടുത്തുവാനുമുള്ളതായ ആ മാർഗം കൈക്കൊള്ളാൻ മനുഷ്യരിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷത്തിന് സാധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അതിൽ നിന്നൊട്ടൊക്കെ വിരമിച്ചുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അത്ഭുതകരമായ വിധം നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സൃഷ്ടിപ്പിനെ സൃഷ്ടിച്ചതും ഭംഗിയോടുകൂടി സൃഷ്ടിച്ചതും അള്ളാഹ് തന്നെ പറയുന്നു ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്, എന്തൊരു രൂപത്തിലാണ് ഘടിപ്പിച്ചത് നിന്റെ ശരീരത്തെ. 360ഓളം ഘടിപ്പുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നതാണ്, ജോയിന്റുകൾ ഉണ്ട് എന്നതാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊരു അത്ഭുത രൂപത്തിൽ, ഫി അയ്യി സൂറത്തിൻ, അത്ഭുത ഉദിക്കുന്ന രൂപത്തിലുള്ളതായ പദപ്രയോഗമാണത്. ആ രൂപത്തിൽ നിന്നെ സൃഷ്ടിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കുന്നില്ല മനുഷ്യൻ എന്നതാണ് അപകടം, എന്നതാണ് അവന്റെ വീഴ്ച. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പ്രകൃതിയായിട്ട് ഭംഗിയെ അവന് ആഗ്രഹമുള്ളതാക്കി മാറ്റി. മനുഷ്യ സഹജമാണ്, ഭംഗി മനുഷ്യൻ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ സുഖിക്കുക, ആഡംബരത്തിൽ ജീവിക്കുക എന്നതും അവന് മനുഷ്യ സഹജമായി ഇഷ്ടമുള്ളതാക്കി മാറ്റി. അത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ പ്രകൃതിയിൽ അങ്ങനെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യൻ അവന്റെ പ്രകൃതിയാൽ അവന് ഭംഗി വേണം, പ്രകൃതിയാൽ അവന് ഇവിടെ ആസ്വദിക്കണം, പ്രകൃതിയാൽ ഇവിടെ ആഡംബരത്തോടു കൂടി ജീവിക്കണം. ഇതൊക്കെ പ്രകൃതിയിൽ തന്നെ ഉള്ളതായ ഒന്നാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയും ചെയ്തു. الناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. അള്ളാഹു പറയുന്നു വിശുദ്ധ ഫുർഖാൻ അളീമിൽ മനുഷ്യന് നാം ഭംഗിയുള്ളതാക്കി കൊടുത്തിരിക്കുകയാണ് ഷഹവാത്തുകളെ. ഇത് മനുഷ്യന്റെ പ്രകൃതിയാൽ അവന്റെ മനുഷ്യ സഹജമായിട്ടുള്ളതായ അള്ളാഹ് സൃഷ്ടിച്ചു വെച്ച രൂപത്തെ കുറിച്ച് പറയുകയാണ്. അവന് ഇവിടെ ഷഹവാത്ത് അവൻ ആഗ്രഹമുള്ളതായി മാറി, സ്ത്രീകളെ ഇവിടെ അവൻ ഇഷ്ടമുള്ളതാക്കി മാറ്റി, അതുപോലെ തന്നെ കുട്ടികളെ ഇഷ്ടമുള്ളതാക്കി മാറ്റി, കുട്ടികളെ സന്താനങ്ങൾ ഉണ്ടാവുക എന്നത് അവൻ ഇഷ്ടമുള്ളതാക്കി മാറ്റി. അപ്രകാരം ഇവിടെ നാം ആഡംബരത്തിൽ ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കുന്ന സമ്പാദ്യമാകുന്ന സ്വർണവും വെള്ളിയും അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ നോട്ടുകളും സമ്പാദ്യങ്ങളും ഡോളറുകളും ഇതെല്ലാം മനുഷ്യൻ ഇഷ്ടമുള്ളതാക്കി മാറ്റുകയും ഭംഗിയുള്ളതായ കുതിരകൾ, പണ്ട് കാലഘട്ടങ്ങളിലുള്ളതായ വാഹനം അതാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട വാഹനം അതാണ്. ഭംഗിയുള്ള കുതിര ഒരാൾക്ക് ഉണ്ടാവുക എന്നത് അവൻ അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റു ആടുമാട്, പശു, ഒട്ടകങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭംഗിയുള്ളതാക്കി, ഇഷ്ടമുള്ളതാക്കി, സ്നേഹിക്കുന്നതാക്കി, അതിനു വേണ്ടി നാം ജീവിക്കുന്നു, അത് നാം വളർത്തുന്നു, അതിൽ നിന്നിട്ട് തിന്നാൻ പറ്റുന്നത് തിന്നുന്നു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അതിൽ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യന്മാർക്ക് ഇഷ്ടമുള്ളതാക്കി മാറ്റിയതാണ്. ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ. ഈ പറഞ്ഞതൊക്കെ ഭൗതികമായ ജീവിതത്തിന്റെ ആഡംബരങ്ങൾ മാത്രമാണ്. അതിനുവേണ്ടിയല്ല നിങ്ങളെ സൃഷ്ടിച്ചത്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അല്ലാഹുവിന്റെ അടുക്കലുള്ള മെച്ചപ്പെട്ട മടക്കം, ആ സർവ്വലോകത്തിലേക്കുള്ളതായ പോക്ക്, അതിനുവേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയുള്ളതായ മാധ്യമം മാത്രമാണ്, അതിനുള്ള പാലം കെട്ടൽ മാത്രമാണ്. അതിന് വേണ്ടി അതിലേക്ക് സഹായകമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ നിഅമത്തുകളെ നമുക്ക് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ചെയ്തു തന്നിട്ടുള്ളത് എന്ന് സൂറത്തുൽ ആല ഇംറാനിൽ വിശദീകരിച്ച് സംസാരിച്ചതായ ശൈലിയും ഇന്ന് മക്ക ഇമാം വിശദീകരിച്ച ഭാഗത്തിൽ കാണാവുന്നതാണ്. അതെ, ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യം മക്ക ഇമാമും പറഞ്ഞു, മദീന ഇമാമും വിശദീകരിച്ചായിട്ട് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരിലേക്കെങ്കിലും വാസനദ്രവ്യം, വാസനയുള്ളതായ റൈഹാൻ പുഷ്പം പോലത്തെ പുഷ്പം ആർക്കെങ്കിലും നൽകപ്പെട്ട് കഴിഞ്ഞാൽ അത് മടക്കിക്കളയരുത്, അതിനെ സ്വീകരിക്കണം. എന്തേ? അത് പെട്ടെന്ന് നമുക്ക് ലളിത രൂപത്തിൽ, വൈറ്റില്ലാത്ത രൂപത്തിൽ ചുമക്കാൻ സാധിക്കുന്നതായ ഒരു വാസനദ്രവ്യമാണ്. അത് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന സാധനമാണ്. അറബിയിൽ, പ്രത്യേകിച്ച് അറബികൾ ഉപയോഗിച്ചു വരുന്നതായ ഒന്നാണ് റൈഹാൻ പുഷ്പം. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ്. അപ്പോൾ ഭംഗി പറയുന്ന സന്ദർഭത്തിൽ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാസനദ്രവ്യത്തെ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു. അവരുടെ ബഡ്ജറ്റിൽ തന്നെ നല്ലൊരു ഭാഗം വാസനദ്രവ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭംഗിയെ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു. ഭംഗി അവര് മറ്റുള്ളവരോട് ഭംഗി ഇഷ്ടപ്പെടണമെന്ന് കൽപ്പിക്കാറുമുണ്ടായിരുന്നു. കേൾക്കാൻ പോകുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സമയത്തും നല്ല രൂപത്തിൽ, നല്ല വസ്ത്രധാരണയിലാണ് കാണാൻ സാധിക്കുക.
കാണുക. ഇസ്രാഫില്ലാത്ത, തബ്ദീറില്ലാത്ത, അഥവാ മിതമായ രൂപത്തിലാവാത്ത, അതുപോലെ തന്നെ വേസ്റ്റാകുന്ന രൂപത്തിലാവാത്ത, അതൊക്കെ പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുടിയെ ചീരാറുണ്ടായിരുന്നു. മുടി നബി ഫുള്ളായി വടിക്കൽ അത് ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി ആയിട്ടാണ് നാം കാണുക. അല്ലാത്ത സമയത്തൊക്കെ അവരുടെ തലയിൽ മുടി കാണാൻ സാധിക്കും അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ആ മുടിയെ അവർ ബഹുമാനിക്കും, ആദരിക്കും. അതെങ്ങനെയാണ്? അതിനെ ചീരുകയും അതിന് എണ്ണ വേണമെങ്കിൽ എണ്ണ ഇടുകയും ചെയ്യും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥികളെ സ്വീകരിക്കാൻ പോകുന്ന രൂപത്തിൽ അവരുടെ ശരീരത്തെ വളരെ ഭംഗിയുള്ളതാക്കിയിട്ടാണ് ഉഫ്ദുകളെ, നിവേദക സംഘങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ കൂട്ടത്തിൽ ഇഷ്ടമുള്ളതായ കളറുകളെ, റസൂലുള്ളാഹിക്ക് ഇഷ്ടം ഏറ്റവും കൂടുതൽ വെളുപ്പാണ്. അത് കഴിഞ്ഞാൽ വെളുപ്പോട് അടുത്തതായ വസ്ത്രങ്ങളാണ്. അതേ സമയത്ത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്യൂർ ചുവന്നതായ വസ്ത്രത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാർക്ക് ഒഴിവാക്കണമെന്ന് പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ തന്നെ മറ്റു മതസ്ഥരോട് തുല്യതയുള്ളതായ കുങ്കുമം ചായം പിടിപ്പിക്കപ്പെട്ട വസ്ത്രം, അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചായിട്ട് കാണാം. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ. അതിൽ നിന്നിട്ട് നമുക്ക് മൊത്തത്തിൽ വസ്ത്രധാരണ പറയുമ്പോൾ പഠിക്കേണ്ട ഭാഗമാണ്, മറ്റു മതസ്ഥരോട് നാം തുല്യപ്പെടാൻ പാടുള്ളതല്ല. മറ്റു മതസ്ഥരോട് വസ്ത്രധാരണയിൽ തുല്യപ്പെടാൻ പാടില്ല. മറ്റു മതസ്ഥരോട് തുല്യപ്പെടാന്ന് പറഞ്ഞാൽ നാം ജീവിക്കുന്ന നാട്ടിലുള്ളതായ മറ്റു മതസ്ഥർക്ക് സ്പെഷ്യലായി വല്ല വസ്ത്രമുണ്ടെങ്കിൽ ആ വസ്ത്രം മുസ്ലിങ്ങൾ ധരിക്കരുത് എന്ന അർത്ഥത്തിലേക്ക്. കാരണം മുസ്ലിങ്ങൾ അവരോട് തുല്യപ്പെടുമ്പോൾ വസ്ത്രം എന്ന് മാത്രമല്ല, ഇപ്പോൾ തലയുടെ മീതെയുള്ള കട്ടുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കുട്ടികളെ കണ്ടാൽ പണ്ടുള്ള കാലഘട്ടങ്ങളിൽ നാം വളരെ അങ്ങേയറ്റം ഒരു 50 കൊല്ലം 40 കൊല്ലം മുമ്പൊക്കെ എന്റെ അറിവിൽ കേരളത്തിൽ നാം നമ്മുടെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ളതായ കുട്ടികൾക്കൊക്കെ വളരെ അങ്ങേറ്റം വെറുക്കുന്ന രൂപമാണ് ഇപ്പോൾ വളരെ ഭംഗിക്കായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ യുവാക്കൾ. അത് പണ്ടൊക്കെ ഒരു ഗ്രോപ്പാണ് പറയാറുള്ളത്. ഇപ്പോൾ ഗ്രോപ്പൊക്കെ വിട്ടുപോയിട്ട് തലയുടെ എല്ലാ ഭാഗത്തിൽ നിന്നിട്ട് കട്ട് ചെയ്ത് മീതം മാത്രം ജൂതന്മാരുടെ തലപ്പാവ് പോലെ തലയുടെ വെക്കാറുള്ളതായ തൊപ്പി പോലെയായിട്ട് കാണും ചിലരൊക്കെ. ചിലരുടെ മുടിയുടെ ഗ്രോപ്പിന്റെ ശൈലി കണ്ടാൽ ദൂരത്തിൽ നിന്നിട്ട് നാം വീക്ഷിക്കുന്ന സന്ദർഭത്തിൽ ഒരു ജൂതന്റെ തല നോക്കും പോലെയാണ് നാം മുസ്ലിം കുട്ടികളുടെ, യുവാക്കളുടെ തല കാണാനുള്ള ആ ദയനീയ അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിൽ. മറ്റുള്ള മതസ്ഥരോട് തുല്യപ്പെട്ടതുകൊണ്ടും അല്ലെങ്കിൽ നടന്മാരോടോ ഗായകന്മാരോടോ ക്രിക്കറ്റ് കളിക്കാരോടോ അങ്ങനെ വല്ല വിനോദവുമായിട്ട് ബന്ധപ്പെട്ടവരോടോ അവര് തുല്യപ്പെടുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ യുവാക്കളിൽ കാണുന്നതായ ദയനീയ അവസ്ഥ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നാം പാടുപെടണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരോട് തുല്യപ്പെട്ട് കഴിഞ്ഞാൽ നാം അവരിൽ പെട്ടുപോകുമെന്ന ശൈലി പറയാൻ കാരണം. അതൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ വസ്ത്രധാരണയിൽ നെരിയാടിക്ക് താഴെ വലിക്കാൻ പാടുള്ളതല്ല. അത് അഹങ്കാരത്തോടു കൂടിയും പാടുള്ളതല്ല, അഹങ്കാരമില്ലാതെയും പാടുള്ളതല്ല. രണ്ടും വിരോധിക്കപ്പെട്ടതായിട്ട് ഹദീസിൽ വന്നതായിട്ട് കാണാം. പക്ഷേ അഹങ്കാരത്തോടു കൂടി ആകുമ്പോൾ തെറ്റ് വളരെ വർദ്ധിക്കും, വന്തോഷത്തിൽ വന്തോഷമായി മാറും. അഹങ്കാരമില്ലാതെയാകുമ്പോൾ അതിന്റെ തോത് അനുസരിച്ചിട്ട് തെറ്റ് ലഭിക്കുകയും ചെയ്യും എന്നതുകൂടി നാം വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതായ ഭാഗമാണ്. അതുപോലെ തന്നെ ഫിറ്റായ വസ്ത്രം, ശരീരം തുറിച്ചു കാണുന്ന രൂപത്തിലുള്ളതായ വസ്ത്രധാരണയും പാടുള്ളതല്ല. ശരീരത്തെ തുറിച്ചു കാണുന്ന, അത് പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും ശരീരത്തിൽ തുറിച്ചു കാണുന്ന രൂപത്തിലുള്ളതായ വസ്ത്രധാരണ, അത് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും, സ്ത്രീകൾക്ക് പ്രത്യേകം പാടുള്ളതല്ല അന്യപുരുഷന്മാരുടെ മുമ്പിൽ. അപ്രകാരം തന്നെ പുരുഷന്മാർക്കും പാടുള്ളതല്ല. എന്തുകൊണ്ട്? അവരെ നമസ്കരിക്കുന്ന സമയത്തിൽ നമസ്കരിക്കാൻ, സുജൂദ് ചെയ്യാൻ, റുക്കൂഅ് ചെയ്യാൻ പ്രയാസമുണ്ടാകും. ഉദു പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഫിറ്റായ പാന്റാണ് ധരിച്ചതെങ്കിൽ ആ പാന്റിനെ ഇറക്കിയിട്ട് മൂത്രമൊഴിക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ നിന്ന് മൂത്രമൊഴിക്കേണ്ടി വരും. അപ്പോൾ അവന്റെ ശരീരത്തിൽ പലയിടങ്ങളിലും അഴുക്കാവുകയും ചെയ്യും, നജസാവുകയും ചെയ്യും. പല രൂപത്തിലും അത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന് യോജിച്ചതേ അല്ല. 5 വക്ത് കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ശുദ്ധിയുള്ളവനായിട്ടാണ് ജീവിക്കേണ്ടത്. കാരണം അള്ളാഹുവിനെ കാണേണ്ടതുണ്ട്, അള്ളാഹുവിനോട് സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരുക്കം എല്ലാ സന്ദർഭത്തിലും ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഫിറ്റായ വസ്ത്രം ധരിക്കുമ്പോൾ അങ്ങനെയുള്ള അപകടത്തിൽ വന്നു പോകുന്നത് കൊണ്ടാണ് പാടുള്ളതല്ല എന്ന് പറയാൻ കാരണം. അതെ, അപ്പോൾ വസ്ത്രധാരണ, ഇസ്ലാമിക വസ്ത്രധാരണ എന്ന പേരിൽ ഒരു സ്പെഷ്യൽ വസ്ത്രധാരണ ഇസ്ലാമിലില്ല. മറിച്ച് ധരിക്കുന്ന വസ്ത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതുപോലെ അത് അന്യമതസ്ഥരോട് തുല്യപ്പെടാൻ പാടുള്ളതല്ല എന്നതായ നിബന്ധന, അതുപോലെ
തന്നെ ഇസ്രാഫ് തബ്ദീർ പാടുള്ളതല്ല, അഥവാ അമിതമാക്കാൻ പാടുള്ളതല്ല. അതുപോലെ ഷുഹറത്തിന്റെ വസ്ത്രം ധരിക്കാൻ പാടുള്ളതല്ല. ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു പ്രത്യേക മേഡ് ഇൻ ജപ്പാൻ അല്ലെങ്കിൽ മേഡ് ഇൻ ജർമ്മൻ പോലത്തതായ ഒരു പ്രത്യേക നാട്ടിൽ ഉണ്ടാക്കിയതായ വസ്ത്രം അതിന് വലിയ 10 വിലയായിരിക്കാം. അത്ര വില കൂടിയാലും വിരോധമില്ല, കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ പേരും പെരുമയും ഉള്ളതാണ് എന്നതിന്റെ പേരിൽ ഷുഹറത്തിന്റെ വസ്ത്രം ധരിക്കുക. പരലോകത്തിൽ നരകത്തിൽ അങ്ങനെയുള്ള വസ്ത്രം, തീയാലുള്ള വസ്ത്രം ധരിക്കപ്പെടുമെന്നൊക്കെ ഹദീസിലുണ്ട്. അങ്ങനെയുള്ള വസ്ത്രമാവാൻ പാടുള്ളതല്ല. ഇതൊക്കെ പുരുഷന്മാർ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രത്തിൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവർ ഭംഗി പ്രകടമാക്കാൻ പാടുള്ളതേ അല്ല. അന്യപുരുഷന്മാരുടെ മുമ്പിൽ ജോലിക്ക് പോകട്ടെ, വേലക്ക് പോകട്ടെ, അല്ലെങ്കിൽ പാടത്തിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ പട്ടണത്തിലേക്ക് പോകട്ടെ, പള്ളിയിലേക്ക് പോകട്ടെ, എവിടെ പോവുകയാണെങ്കിലും അവർ വാസനദ്രവ്യം പൂശാൻ പാടുള്ളതല്ല, അവർ ഭംഗിയുള്ള വസ്ത്രം ധരിക്കാൻ പാടുള്ളതല്ല, അഥവാ ഭംഗി അവർ പ്രകടമാക്കാൻ പാടുള്ളതല്ല അന്യപുരുഷന്മാർക്ക്. അഥവാ സ്ത്രീകൾ ഭംഗിയുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രത്തെ മറക്കുന്നതായ ജിൽബാബ് എന്ന ലൂസായ പർദ അവർ ധരിച്ചിട്ട് അവര് അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന് ഖുർആൻ പ്രഖ്യാപിക്കാൻ കാരണം യാ അയ്യുഹൻ നബിയ്യു ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഏ നബിയെ, ഏ ദൂതരെ, ഇത് ഈ മദീനയിൽ വെച്ചിട്ട് പണ്ടിറങ്ങിയതായ ആയത്താണ്. സൂറത്തുൽ അഹ്സാബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, ഏ ദൂതരെ, നിങ്ങൾ പറയുക നിങ്ങളുടെ ഭാര്യമാരോട്, ഖുൽ അസ്വാജിക വബനാതിക, നിങ്ങളുടെ പെൺമക്കളോട്, വനിസാഇൽ മുഅ്മിനീന, മുസ്ലിം ലോക സ്ത്രീകളോട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് എന്നർത്ഥം. എന്ത് പറയണം? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരവരുടെ ഭംഗിയെ മറക്കുന്നതായ ജിൽബാബ് എന്ന ലൂസായ വസ്ത്രം ധരിക്കണം. അത് വേണ്ട, ഞാൻ ധരിച്ചതായ സാരി തന്നെ അത് പർദ്ദയാണ്, ഞാൻ ധരിച്ചതായ ബ്ലൗസ് തന്നെ പർദ്ദയാണ്, അല്ലെങ്കിൽ പാവട തന്നെ പർദ്ദയാണ് എന്ന് മനസ്സിലാക്കിയാൽ പറ്റൂല. ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന വസ്ത്രം വേറെ, പർദ്ദ വേറെ. പർദ്ദ ഭംഗിയെ മറക്കാനുള്ളതാണ് അന്യപുരുഷന്മാരുടെ മുമ്പിൽ. എന്നാൽ ഭംഗി അത് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ മുമ്പിൽ ഭംഗിയുള്ള വസ്ത്രം ധരിക്കാം, വസ്ത്രദ്രവ്യവും പൂശാം. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ മുമ്പിൽ വിരോധമില്ല. അതുപോലെ തന്നെ അവർ ഭംഗിയുള്ളവരായി മാറേണ്ടത് അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ ഭംഗിയുള്ള വസ്ത്രം എന്റെ ഭാര്യമാരുടെ മുമ്പിൽ, എന്റെ ഭാര്യയുടെ മുമ്പിൽ ധരിക്കാറുണ്ട്. കാരണം അവർ ഭംഗിയുള്ളവരായിരിക്കണം എന്ന് ഇഷ്ടമുള്ളതുപോലെ അവർക്കും ഞാൻ ഭംഗിയുള്ള വസ്ത്രം ധരിക്കണമെന്ന് ഇഷ്ടമുണ്ടായിരിക്കും എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്. ഏതായാലും ഈ വസ്ത്രം ധരിക്കുമ്പോൾ ഭംഗിയുള്ളതാവുക എന്നത് ആകാശം ഭംഗിയുള്ളതാക്കി, ഭൂമി ഭംഗിയുള്ളതാക്കി, നമ്മെ ഭംഗിയുള്ളതായ സൃഷ്ടികളാക്കി സൃഷ്ടിച്ചു. എന്നിട്ട് നമ്മളോട് കൽപ്പിച്ചു എന്ത്? നിങ്ങൾ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചത് നിങ്ങൾ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ, ഇൻദ കുല്ലി മസ്ജിദ്. കാരണം നിങ്ങളുടെ ശിട്ടാവിന്റെ അടുക്കൽ ചെല്ലുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്, നിങ്ങൾ ഏറ്റവും ഭംഗിയുള്ളവരായി മാറേണ്ടത്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതായ ആ ഭംഗിയെ പ്രകടമാക്കേണ്ടത് എന്ന് പറയും പോലെ അവിടെയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ നിബന്ധനകളെ പാലിക്കുക, അഥവാ ഇസ്രാഫ് തബ്ദീറും ഇല്ലാതിരിക്കുക. അതുകൊണ്ടാണ് അല്ലാഹു പറയാൻ കാരണം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. എല്ലാ പള്ളിയിലും നിങ്ങൾ ഭംഗിയുള്ളവരാക്കി നിങ്ങൾ സീനത്തിനെ ഉപയോഗിക്കുക. കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കുക, അത് നിങ്ങൾക്ക് ഹലാലായ ഭക്ഷണം, അത് നിങ്ങൾക്ക് അനുവദനീയമാണ്. അല്ലാഹു ഹലാലാക്കിയ തയ്യിബാത്തുകൾ നിങ്ങൾ കഴിക്കുക. വലാ തുസ്രിഫൂ, നിങ്ങൾ അതിൽ അമിതമാക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അവൻ അമിതമാക്കുന്നവരെ, വേഷ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടാത്തവനാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു. അപ്പോൾ നാം ഇപ്പോൾ പറഞ്ഞു വന്നത്, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഭംഗി അള്ളാഹു ഇഷ്ടപ്പെടുന്നു. പക്ഷെ സ്ത്രീകൾ എവിടെ ഭംഗി ഉപയോഗിക്കണമെന്ന് നാം പഠിച്ചു. പുരുഷന്മാരും ഭംഗി ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് രൂപത്തിലാണ് ഉപയോഗിക്കണമെന്ന് പഠിച്ചു. അപ്പോൾ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് മാത്രം അനുവദിക്കപ്പെട്ടതായ സ്വർണം വെള്ളി പോലോത്തത് അത് പുരുഷന്മാർ ഉപയോഗിക്കാൻ പാടുള്ളതല്ല, അത് അവർക്ക് ഹറാമാണ്. ഏതുപോലെ പട്ടുവസ്ത്രവും പുരുഷന്മാർക്ക് പാടുള്ളതല്ല, അത് സ്ത്രീകൾക്ക് അനുവദനീയമാണ്. പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ഹറാമാണ്. സ്ത്രീകൾക്ക് അനുവദനീയമാണ് സ്വർണവും വെള്ളിയും, പുരുഷന്മാർക്ക് അത് ഹറാമാണ്. അള്ളാഹു അങ്ങനെയാണ് അവന്റെ ശറഇൽ ഇറക്കിയത്, റസൂലുള്ളാഹിയുടെ നാവിലൂടെ നമ്മെ പഠിപ്പിച്ചതും കേൾപ്പിച്ചതും. എന്നാൽ അതിൽ പിന്നെ ചോദ്യമില്ല. പക്ഷേ വെള്ളി എന്ന് പറയുമ്പോൾ അത് ഒരു വെള്ളിയുടെ മോതിരം മാത്രം പുരുഷന്മാർക്ക് ധരിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് ശറഅ് അനുവദിച്ചതായിട്ട് കാണാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ വേണ്ടി മറ്റുള്ള വിദേശ രാഷ്ട്രത്തിന്റെ നേതാക്കൾക്ക് എഴുതെഴുതുമ്പോൾ അവർക്ക് സീല് വെക്കാനായിട്ട് ഹാതമായിട്ട് ഉപയോഗിച്ചത് അവരുടെ കൂടെയുള്ളതായ മോതിരമായിരുന്നു എന്നത് ഹദീസിൽ കാണാവുന്നതാണ്. എന്നാൽ അല്ലാഹു ഖുർആനിൽ പറയുന്നത് കേൾക്കുക, ഇത് ഏറ്റവും മുഖ്യമാണ്. ഈ ഭംഗി കേൾക്കുമ്പോൾ ഭംഗിയെക്കുറിച്ച് വിശദീകരണങ്ങൾ രണ്ട് ഖതീബമാരും മക്ക മദീന ഖുതുബയിൽ നിന്ന് സംസാരിച്ചപ്പോൾ നമ്മോട് ഉണർത്തിയതായ പ്രധാന പോയിന്റ് അതാണ്. എന്ത്? നമ്മുടെ ഹൃദയത്തെ ഭംഗിയുള്ളതാക്കി മാറ്റുക.
അതാണ് മുഖ്യം. യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ. ആദമിന്റെ സന്തതികളെ, നാം നിങ്ങളിലേക്ക് ഇവിടെ നിങ്ങളുടെ ഔറത്തുകളെ മറക്കാൻ വേണ്ടിയുള്ള വസ്ത്രം ഇറക്കിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഔറത്തിനെ മറക്കുന്നു. അതിനു പുറമെ ഒരു ഈശൻ ഭംഗിക്ക് വേണ്ടിയുള്ളതായ ധാരാളം വസ്ത്രം നാം ഇവിടെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഭംഗിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ ഭംഗി എന്തിലൂടെയാണ് വരിക? തഖ്വയെ നിങ്ങളുടെ വസ്ത്രമാക്കി മാറ്റുക. തഖ്വയെ വസ്ത്രമാക്കി മാറ്റിയാൽ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം ഇസ്ലാമീകരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതം ഇസ്ലാമീകരിക്കാൻ സാധിക്കും. എന്നല്ല വസ്ത്രത്തിന്റെ കാര്യം, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും എല്ലാം ഇസ്ലാമീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ, സ്വകാര്യ ജീവിതമെല്ലാം ഇസ്ലാമീകരിക്കാൻ സാധിക്കും. എപ്പോൾ നിങ്ങളുടെ വസ്ത്രം അത് തഖ്വയുടെ വസ്ത്രമാക്കി മാറ്റുകയാണെങ്കിൽ. തഖ്വയുടെ വസ്ത്രം ദാലിക ഖൈർ, അതാണ് ഉത്തമമായ വസ്ത്രം എന്ന് അല്ലാഹു പറയുന്നു. ദാലിക മിൻ ആയാത്തില്ലാഹ് ലഅല്ലഹും യദ്ദക്കറൂൻ. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭംഗിയായിട്ട് തന്നതായ ഈ വസ്ത്രം നമ്മുടെ വാപ്പ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം പണ്ട് സ്വർഗത്തിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ ആ ഭംഗിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകിയതായ സ്വർഗീയ വസ്ത്രം അവർ രണ്ടുപേരും ധരിച്ചിരുന്നു. നമ്മുടെ വാപ്പയും ഉമ്മയും ധരിച്ചിരുന്നു. ആ വസ്ത്രത്തെ അവർക്ക് ഒഴിവാക്കേണ്ടി വന്നത് എപ്പോഴായിരുന്നു? അത് അവരിൽ നിന്നിട്ട് നേരത്തെ കേട്ട ആയത്താകുന്ന അള്ളാന്റെ കൽപ്പന പാലിക്കുക എന്ന ആ കൽപ്പനക്ക് അവര് അല്പസമയം വിപരീതം പ്രവർത്തിച്ചു. അപ്പോൾ അവിടെ സ്വർഗത്തിൽ അള്ളാഹു കൽപ്പിച്ചതായ തഖ്വയാകുന്ന വസ്ത്രം ധരിച്ചവർക്കല്ലാതെ അവിടെ താമസിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സ്വയം ആ വസ്ത്രം വീഴുന്നു, അവരുടെ ശരീരത്തിൽ അവിടെ നിന്നില്ല. ആ വസ്ത്രം അവർക്ക് ധരിക്കാൻ പാടില്ല, സ്വർഗീയ വസ്ത്രം. അതുകൊണ്ട് അവര് നഗ്നനായി മാറി. ആ സന്ദർഭത്തിൽ സ്വർഗത്തിന്റെ ഇലകളൊക്കെ എടുത്തിട്ട്, സ്വർഗത്തിലുള്ളതായ ആ തോപ്പുകളിലുള്ള ഇലകളൊക്കെ എടുത്തിട്ട് അവരുടെ സൗആത്തിനെ, ഔറത്തിനെ മറക്കാൻ വേണ്ടി ഒരു പാടുപെട്ട സന്ദർഭം അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. എന്നിട്ട് യാ ബനി ആദമ ലാ യഫ്തിനന്നകും അശ്ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. ആദമിന്റെ സന്തതികളെ, നിങ്ങളുടെ വാപ്പയെയും ഉമ്മയെയും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായി തീർന്നത് പിശാചിനെ അനുസരിച്ചപ്പോഴാണ്. പിശാചിനെ അനുസരിച്ചപ്പോൾ പിശാചോടൊപ്പം ഇവിടെ ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു, സ്വർഗം ഒഴിവാക്കേണ്ടി വന്നു. അതുപോലെ അവർക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് ഭൂമിയിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹ് നമുക്ക് വാണിംഗ് നൽകുകയാണ്. നിങ്ങൾ പിശാചിനെ അനുസരിച്ചു പോകരുത്. പിശാചിനെ അനുസരിച്ചാൽ നിങ്ങൾക്ക് ആ സ്വർഗത്തിലേക്ക് ആദം അലൈഹിസ്സലാം ഒഴിവാക്കി വന്ന, ഹവ്വ അലൈഹിസ്സലാം ഒഴിവാക്കി വന്ന സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റുന്നതല്ല. അവിടെയുള്ള വസ്ത്രം ധരിക്കാൻ അർഹപ്പെട്ടവരായി മാറണമെങ്കിൽ തഖ്വയാകുന്ന വസ്ത്രം ധരിച്ചവരായി മാറണം. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിശാചിനെ പിൻപറ്റാതിരിക്കാൻ വേണ്ടി പാടുപെടണം. പിശാച് നമ്മുടെ ശത്രുവാണ് എന്ന് നാം മനസ്സിലാക്കണം എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ സൂറത്തുൽ അറാഫിൽ പറഞ്ഞതായ ഭാഗം ഇന്ന് മക്ക ഇമാം ഓതിയതായി കാണാം. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ടാണ് പോകാറുള്ളത്. ചോദിക്കപ്പെട്ടു എന്താണ് സംഭവം? പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു ഭംഗിയുള്ള ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയെ ഇഷ്ടപ്പെടുന്ന ആളുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ആ ഹദീസാണ് അവിടെ മഹാനായ നമ്മുടെ നേതാവായ ഹസൻ റളിയല്ലാഹു തആല അൻഹു ഓർമ്മിപ്പിച്ചത്, ചോദിച്ചവർക്ക് മറുപടി നൽകിയത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭാര്യമാരോടുള്ളതായ അവകാശത്തിൽപ്പെട്ടതാണ് നാം ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക എന്ന് ഞാൻ സൂചിപ്പിച്ചു മക്ക ഇമാമിന്റെ മക്ക ഖുതുബയെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ. മദീന ഖുതുബയിലും ആ ഭാഗം കാണാവുന്നതാണ്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് വലിരിജാലി അലൈഹിന്ന ദറജ. നിങ്ങൾക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളോട് അങ്ങും ഇങ്ങും അവകാശമുണ്ട്. ആ അവകാശത്തിൽ പുരുഷന്മാർക്ക് പ്രത്യേക സ്റ്റാൻഡേർഡ് സ്ത്രീകളെക്കാളും ബാധ്യതയുണ്ട്. ഖിവാമ അവരുടെ തലപ്പത്തായതുകൊണ്ട് ബാധ്യത അവർക്ക് കൂടുതലാണ്. എന്നാൽ അതേ സമയത്ത് അങ്ങും ഇങ്ങും കൊടുക്കുന്ന അവകാശത്തിൽ, നൽകേണ്ട അവകാശത്തിൽ അവർ വീഴ്ച വരുത്താൻ പാടില്ല. നീ രണ്ടുപേരും അങ്ങും ഇങ്ങും ഭംഗിയുള്ളവരായി മാറണം പരസ്പരം എന്ന കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ഇന്ന് മദീന ഇമാമ് ഈ ആയത്ത് കൂടി ഓതുകയും എന്നിട്ട് പരസ്പരം അങ്ങും ഇങ്ങും ഉള്ളതായ അവകാശം ഭാര്യ ഭർത്താക്കന്മാർ വീട്ടുന്നതിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ മദീന ഇമാം പ്രത്യേകം ഉണർത്തിയതായ ഭാഗമാണ് തബ്ദീറു
ഇസ്രാഫും പാടില്ല എന്ന കാര്യം അത് നാം ആദ്യത്തെ ഖുതുബയിൽ മക്ക ഇമാം പറഞ്ഞതായ വിശദീകരണങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ആ കാര്യവും ഞാൻ ഉണർത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിപ്പിച്ചു തരുന്നത് എന്തിനു വേണ്ടിയാണ്? നാം അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷെ അത് നാം ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൽ മധ്യതല നാം അംഗീകരിക്കണം. അതിൽ നാം ഇസ്രാഫില്ലാത്ത, തബ്ദീറില്ലാത്ത രൂപത്തിൽ, വേസ്റ്റ് ആക്കാത്ത രൂപത്തിൽ, അമിതമാക്കാത്ത രൂപത്തിൽ ആയിരിക്കണം അത് ഉപയോഗപ്പെടുത്തേണ്ടത്. അത് വസ്ത്രമാണെങ്കിലും, ഏത് ഭംഗിയാണെങ്കിലും, ഏത് ആഡംബരങ്ങളാണെങ്കിലും, ഒരു വീട് കെട്ടുകയാണെങ്കിലും, അല്ലെങ്കിൽ ഭക്ഷണം തിന്നുകയാണെങ്കിലും, അതുപോലെ തന്നെ എന്ത് ഭൂമിയിൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നാം ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടെയൊന്നും നാം തബ്ദീർ ചെയ്യാൻ പാടുള്ളതല്ല, ഇസ്രാഫാക്കാൻ പാടുള്ളതല്ല. വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ വേസ്റ്റാക്കി കളയരുത്. ഇന്നൽ മുബദ്ദീന കാനൂ ഇഖ്വാന ശയാത്തീൻ, വേസ്റ്റാക്കുന്ന വിഭാഗം പിശാചിന്റെ സുഹൃത്തുക്കളാണ്, പിശാചിന്റെ അനുയായികളാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ, പിശാച് റബ്ബിനെ അങ്ങേയറ്റം നന്ദികേട് കാട്ടുന്ന വ്യക്തിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഇന്ന് മക്ക ഇമാമും മദീന ഇമാമും ചർച്ച ചെയ്തതായ ആ വിഷയത്തിൽ നിന്നിട്ട് നാം പഠിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി ഇറക്കിയതായ ഈ ആഡംബരങ്ങളും ഈ ഭംഗിയും എല്ലാം അല്ലാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയും അള്ളാഹുവിന്റെ താഴത്തിലാക്കി മാറ്റാൻ വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി, ദാസികളായി ജീവിക്കാൻ വേണ്ടിയും ഉപയോഗിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഇഷ്ടാനുസരണം അത് ഉപയോഗിക്കാൻ വേണ്ടിയല്ല എന്നതാണ് മനസ്സിലാക്കിയത്. അതിന് നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതായ രോഗം പിടിപെട്ടവരും അല്ലാത്തവരും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരപ്പെടുത്തട്ടെ, ഉദ്ദേശങ്ങളെ നിറവേറ്റട്ടെ, രോഗങ്ങളെ മാറ്റട്ടെ. അവരിൽ നിന്നിട്ട് മരണപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മദീനയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾ നിന്നിട്ട് മരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ, അവരുടെ ഖബറിൽ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണേ നാഥ, അവരോടൊപ്പം ഞങ്ങളെയും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ നാഥ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.